നിങ്ങളുടെ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ധനുമാസത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. കാലത്ത് 4:15 മുതൽ സൂര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചു. അതിൻ്റെ ആരംഭമാണ് ഇന്നത്തെ ദിനം. 30 ദിവസം ധനുമാസത്തിലേക്ക് വരും. സൂര്യൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നതിനേക്കാളും ധനുരാശിയിൽ സൂര്യൻ വളരെയധികം ബലവാനാണ്. അടുത്ത മാസം ഇതാ മകരമാസം ആരംഭിക്കുകയാണ്. സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിക്കുന്നു. പിന്നീട് ഏതാനും മാസങ്ങൾക്കകം സൂര്യൻ മേടൻ രാശിയിലേക്ക് അത്യുച്ച രാശിയിൽ വരുന്നു. ഉത്തരായണത്തിലെ സൂര്യൻ ദക്ഷിണത്തേക്കാളും വളരെ പ്രാമുഖ്യമുണ്ട്. ഒരു ഋതുവിൻ്റെ തുടക്കമാണ്. ശിശിരം എന്ന ഋതു തുടങ്ങുകയാണ്. മകരം കുംഭമാസങ്ങൾ ശിശിരത്വമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വസന്തമാണ്. മീനം മേടം. എല്ലാ ഫലങ്ങളും പഴുത്ത് പക്ഷികളും കിളികളുമൊക്കെ തന്നെ കുയിലൊക്കെ കൂജനം നടത്തി വരുന്ന അതിമനോഹരമായ മാസങ്ങൾ. അപ്രകാരം നമുക്ക് 6 ഋതുക്കളാണ്. ഒരു ഋതു 2 മാസത്തെ പ്രതിദാനം ചെയ്യുന്നു. ഏതായാലും ഈ ഹേമന്തം ഋതുവാണ് ധനുമാസം. വൃശ്ചികം ധനു ഹേമന്തമാണ്. എത്ര ഗാനങ്ങളാണ് ഹേമന്തത്തിനെ പറ്റി ഉള്ളത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു നല്ല ധനുമാസം ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, നല്ലത് വരട്ടെ. ഇന്നത്തെ നക്ഷത്രം നല്ലതാണ്, ചോദ്യ നക്ഷത്രമാണ്. ഇന്നത്തെ ദിനമോ മംഗളവാരമാണ്, ചൊവ്വാഴ്ചയാണ്. പലപ്പോഴും 9, 18, 27 ഈ അക്കങ്ങളിൽ ജനിക്കുന്ന വ്യക്തി, അവർക്ക് ചൊവ്വ അവരുടെ ന്യൂമറോളജി പ്രകാരം ഏറ്റവും ശക്തമാണ്. ചൊവ്വ മംഗളകാരകനാണ്. മംഗളം കരോതി ഇതി മംഗള, മംഗളം ചെയ്യുന്ന ആളാണ്. പക്ഷേ ചൊവ്വയുടെ ക്രൂരദൃക്, ഇതൊക്കെ വലിയ അപകടമാണ്. ചോദ്യ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ തിഥി വളരെ ദുർബലമാണ്. കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. ഏതാനും സമയം കഴിഞ്ഞാൽ പിന്നെ അമാവാസ്യയായി. 2 ദിവസം കഴിഞ്ഞാൽ അമാവാസ്യയായി. തൃശ്ശൂർ സൂര്യോദയം ഞാൻ പറഞ്ഞില്ല, 6:39. അസ്തമയം വൈകിട്ട് 6:02. രാഹുകാലം നിങ്ങൾക്കറിയാം, 3 to 4:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വളരെ അനുകൂലമായ സമയമാണ്. 10:45 മുതൽ 12 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു വിഷയം, സർപ്പക്ഷേത്രത്തിൽ പോകണം. ആയില്യപൂജ, സർപ്പബലി ചെയ്യണം. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യണം. അപ്രകാരം തന്നെ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥന. അതേ രീതിയിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ സുബ്രഹ്മണ്യ പൂജ, പായസം, രക്തപുഷ്പാഞ്ജലിയാണ് സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ടത്. അതൊക്കെ ചെയ്യുക. എല്ലാ ദോഷങ്ങളും മാറട്ടെ. ഭൂമിപരമായ ഇടപാടുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണെന്ന് അറിയുക. ശോഭനമായ നല്ല കാര്യങ്ങൾ ഇന്നത്തെ ദിനം സംഭവിക്കട്ടെ, സംഭാവ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.